ഈ ഭൂമിയിൽ നടത്തിയ കർത്താവ്, നയിച്ച കർത്താവ്, സൂക്ഷിച്ച കർത്താവ്, സംരക്ഷിച്ച കർത്താവ് ഒരു നന്മയ്ക്കും കുറവില്ലാതെ ഇത്രത്തോളമെല്ലാം നമ്മളെ ഓർക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ മേന്മയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം വീണ്ടും അവന്റെ മാറ്റമില്ലാത്ത രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന യാഥാർത്ഥ്യ സത്യചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോവാം. അതിനായി കർത്താവ് നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പ്രകാരം പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാക്കാണ് അടിപ്പിണർ. വേദപുസ്തകത്തില് ഈ വാക്ക് ഇതേപോലെ തന്നെ അധികം സ്ഥലങ്ങളിൽ കാണാറില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പല സൂചനകളും വേദപുസ്തകത്തില് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമുണ്ട്. പഴയ നിയമത്തിൽ വലിയ പ്രവചനങ്ങളുടെ പുസ്തകം, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായം, അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 12 വരെയുള്ള വാക്യങ്ങളെ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് വായിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ചിന്തയിലേക്ക് കടന്നു പോവാൻ. ഞാൻ തന്നെ ഈ സമയം ദൈവസന്നിധിയിൽ ഈ അധ്യായം ഒന്ന് വായിക്കാം. ഞങ്ങൾ പ്രസ്താവിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളം ചെടി പോലെയും വരണ്ട നിലത്തു നിന്നുള്ള വേര് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവനെ നോക്കുവാൻ തക്കവണ്ണം രൂപഗുണമോ കോമളത്വമോ ഇല്ല. ആഗ്രഹിക്കുവാൻ തക്ക സൗന്ദര്യവും അവനില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്തു. അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായി ഇരിക്കുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരിക്കുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. നിശ്ചയമായും നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇനി താഴോട്ടുള്ള വാക്യങ്ങള് അതുമായുള്ള ബന്ധത്തിൽ തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ഇന്ന് മുൻകാലം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ദൈവസന്നിധിയിൽ വായിച്ചത്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും യേശുവിന്റെ ആ കഷ്ടപ്പാടുമായുള്ള ബന്ധത്തിൽ വാക്യ പ്രസ്താവനകളാൽ നിബിഡമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 5-ാം വാക്യത്തിന്റെ അവസാനം അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഴയ നിയമത്തിലാണ്. ഒരു പ്രധാനപ്പെട്ട ഭാഗം പുതിയ നിയമത്തിലുമാണ്. പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് യെശയ്യാവ് 53-ൽ നാം വായിച്ചത്. എസ്പെഷ്യലി അതിന്റെ 5-ാം വാക്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വേദഭാഗം അതിന്റെ 30-ാം അധ്യായം 26-ാം വാക്യമാണ്. യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം.
അത് നാമുമായിട്ട് കൂടെ ബന്ധം സ്ഥാപിച്ച് നമ്മൾ പരിഗണിക്കേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് വെച്ച് കെട്ടുകയും അവരിലെ ദണ്ഡനങ്ങളുടെ മുറിവുകൾ സൗഖ്യമാക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയാകും. പ്രിയ ദൈവമക്കളെ, ആ വാക്യം വളരെ പ്രസക്തമായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി പത്രോസ് എഴുതിയ തന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. പത്രോസ് ലീഗായുടെ 2 ലേഖനങ്ങളിൽ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ മുറിവുകൾ എന്ന് പറയുന്നതാണ് അടിപ്പിണരുകളാൽ ബഹുവചനമാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രിയ ദൈവമക്കളെ. അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു അനുഭവിച്ച ശരീരത്തിലെ പീഡനങ്ങൾ ഏകമല്ല, അത് ഒന്നിലധികമാണ്. അതുകൊണ്ടാണ് അടിപ്പിണരുകൾ എന്നുള്ള ബഹുവചനത്തോടെ ബൈബിളിലെല്ലാം അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഒന്ന് ഇന്ന് തൽക്കാലം നമ്മളെ ഓർപ്പിക്കുകയാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ചരിത്ര അവലോകനം കൂടെ നാം ഒന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. വളരെ പ്രാചീന കാലങ്ങളിൽ തന്നെ ശിക്ഷകളുടെ കൂട്ടത്തിൽ ചമ്മട്ടി കൊണ്ടടിക്കുന്ന ഒരു ശിക്ഷാ നടപടിക്രമം പ്രാചീന കാലത്ത് തന്നെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും നിലനിന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ബൈബിളിൽ മോശയുടെ ന്യായപ്രമാണത്തിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്കുണ്ട്. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ആവർത്തന പുസ്തകം 25-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതൊന്ന് വായിക്കുകയാണ് ഈ സമയം ഇവിടെ. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം. 40 അടി അടിപ്പിക്കാം, അതിൽ കൂടരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏത് ശിക്ഷയ്ക്കും കണക്കുണ്ട്. എന്നാൽ നമുക്കറിയാം, സാധാരണ നിയമം ലംഘിച്ചു പോകുന്ന പോലീസ് പ്രവർത്തനത്തിന് മാത്രം കണക്കില്ല. ഒരുപക്ഷെ അവരുടെ ആ ഒരു സത്തയിൽ അവര് ആ നിയമം ഉണ്ടായിരിക്കാം, അത് അവർ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോലീസ് അതിക്രമത്തിന് ഒരു നിലവാരമില്ലാതെ പോകുന്നത് എന്നുകൂടി ഈ തരണത്തിൽ ഓർമ്മിക്കുകയാണ്. ലോകത്തിൽ ഏത് രാജ്യത്ത് ഏത് ശിക്ഷ ഏത് നിയമങ്ങളിലൂടെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു ചട്ടമുണ്ട്, അതിനൊരു ക്രമമുണ്ട്, അതിനൊരു ക്രമീകരണമുണ്ട്, അതിനൊരു ഓർഡറുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ വേദപുസ്തകം എന്നുകൂടെ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ പോലെ മഹനീയമായ ചുംബനാർഹമായ മറ്റൊരു ഗ്രന്ഥത്തെ ലോകത്തില് ഒരിടത്ത് നമുക്ക് സ്മരിക്കുവാൻ കഴിയാതെ പോകുന്നതിന്റെ സാരമെന്നുകൂടെ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അടിക്കുന്ന ശിക്ഷ വളരെ പുരാതനമായി പ്രാചീന കാലങ്ങളിൽ തന്നെ ലോകത്തിൽ പലയിടത്തും നിലനിന്നിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ അടിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് നമുക്കറിയാം, തോൽ ബെൽറ്റ, തോൽ വാൾ എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്, തോൽ വാളുകൾ. അപ്പൊ നമ്മൾ അതിനെ എവിടെ നോക്കിയാലും ബഹുവചനത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. 3 തോൽ ഒരുമിച്ച് ചേർന്ന് കെട്ടിയാണ് ഈ തോൽ വാളെന്ന ചമ്മട്ടി ചാട്ട ഉണ്ടാക്കുക. 3
തോൽ വാറുകൾ, തോൽ പീസുകൾ, തോൽ കഷണങ്ങൾ, തോൽ വള്ളികൾ ഒരുമിച്ച് ചേർത്ത് കെട്ടി അതിന്റെ അറ്റങ്ങളിൽ അയൺ, ബ്രാസ്, ഇരുമ്പിന്റെയും ചെമ്പിന്റെയും കഷണങ്ങൾ കനമുറച്ച് കൂർത്ത മുനയായിട്ടുണ്ടാക്കി അതിന്റെ അറ്റത്ത് തൂക്കിയിരിക്കും. അതിനോടൊപ്പം തന്നെ അസ്ഥി കഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ പൊട്ടിച്ച കൂർത്ത മുനയോട് നിൽക്കുന്ന അസ്ഥി കഷണങ്ങൾ ചേർത്താണ് ഈ ചമ്മട്ടി എന്ന തോൽവാറ് റോമ സാമ്രാജ്യവുമായുള്ള ബന്ധത്തില് ശിക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ചമ്മട്ടി കൊണ്ട് ഒരാളെ അടിക്കുക മാത്രമല്ല, അടിച്ച് അവന്റെ ശരീരത്തിലെ മാംസത്തിൽ ഉടക്കുന്ന ആ ചമ്മട്ടി, ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ബ്രാസിന്റെ പീസുണ്ട്, അയണിന്റെ പീസുണ്ട്, ബോൺസിന്റെ മെയിൻ പീസസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു തോട്ടി പോലെ, മുന പോലെ, കൊളുത്ത് പോലെ, സൂചി പോലെയൊക്കെ നിൽക്കുന്ന ഒരു ക്രമീകരണമായിരിക്കും. ഈ ചാട്ട കൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കുമ്പോൾ ആ ചാട്ട ശരീരത്തിലെ പച്ച മാംസത്തിൽ ആർന്നു പിടിക്കുമ്പോൾ അവിടെ നിന്ന് ആ ചാട്ട അസ്ഥിയിൽ പറ്റി ചേർന്നിരിക്കുന്ന മാംസ കഷണങ്ങളെ കൂട്ടിപ്പറിച്ചെടുത്താണ് സാധാരണ ശിക്ഷകൾ നടപടിക്രമത്തിലൂടെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് റോമൻ ചരിത്ര പശ്ചാത്തലമെല്ലാം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള യുവമകളെ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് മനുഷ്യർക്ക്, മനുഷ്യരാശിക്ക് ലോകത്തിലുള്ള സകല പാപഭംഗുരമായ അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർക്കും സൗഖ്യമുണ്ടാകുവാൻ ഇടയായത് അവന്റെ അടിപ്പിണർ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. യേശുവിന്റെ ശരീരത്തിലെ മാംസമല്ല നമ്മളെ സൗഖ്യമാക്കിയത്, ആ മാംസത്തിന്റെ ജീവൻ നിലകൊള്ളുന്ന യേശുവിന്റെ നിർമ്മലമായ രക്തമാണ് നമുക്ക് സൗഖ്യം നൽകിയത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ചമ്മട്ടി ചാട്ടവാറുകൊണ്ട് ഒരു മനുഷ്യന്റെ പച്ച ശരീരത്തിൽ അടിച്ച് അസ്ഥിയോട് ചേർന്നിരിക്കുന്ന ആ മാംസം ആ ചമ്മട്ടി പിഴുതെടുക്കുമ്പോൾ ആ പിഴുതെടുക്കുന്ന മാംസ കഷണങ്ങളിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികൾ ആ അടിക്കുന്നവരും ആ ചമ്മട്ടി തിരിച്ചു പിടിക്കുന്നവരും അത് കാണുന്നവരും അത് കണ്ടു നിൽക്കുന്നവരും കാണുക, കണ്ട് സന്തോഷിക്കുക. റോമ സാമ്രാജ്യത്തിൽ പതിവായിരുന്നു, അതിൽ പ്രമുഖ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതേപോലെയാണ് റോമ സാമ്രാജ്യത്തിലെ പാലസ്തീൻ എന്ന സ്റ്റേറ്റിന്റെ ഗവർണറായിരുന്ന പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ഏതാണ്ട് 4 സുവിശേഷങ്ങളിൽ മത്തായി 27:26, മാർക്കോസ് 15:15, ലൂക്കോസ് 23:22, യോഹന്നാൻ 19:24, ഈ 4 സുവിശേഷങ്ങളിലും പീലാത്തോസ് പറയുകയാണ്, നിങ്ങൾ അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു കുരിശിലേക്ക് കൊണ്ടുപോകുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നാണെങ്കിലും യേശുവിനെ കുരിശിൽ മരണത്തിന് വിധേയരാക്കുകയാണ്. ആ സ്ഥാനത്താണ് പീലാത്തോസിന്റെ നീചമായ, ന്യായമില്ലാത്ത, നീതിക്ക് നിരക്കാത്ത, അന്യായകരമായ ആ പ്രസ്താവന എന്നുകൂടി നമ്മൾ അറിയാതെ ഇരുന്നു പോകരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുകയാണ്. ഏതായാലും യേശുവിനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിന്റെ കൂടെ അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു വേണം കുരിശിലേക്ക് മരണത്തിന് കൊണ്ടുപോകാനെന്നുള്ള പീലാത്തോസിന്റെ വിധി ന്യായത്തിലാണ് തന്റെ ഭാര്യ ആ പോർക്കുള എന്ന് പറയുന്ന നല്ല സ്ത്രീയുടെ ഒരു രാത്രിയിലെ ഉറക്കം കെടുത്തിക്കളഞ്ഞതെന്ന് പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്. ആ പോർക്കുള എന്ന് പറയുന്ന പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഒരു നല്ല അന്ത്യം കിട്ടിയെങ്കിൽ പീലാത്തോസിന്റെ മരണം ദയനീയമായിരുന്നു, വളരെ ദയനീയമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ഈ ലോകത്തിലെ ഏത് ന്യായാധിപൻ ഒരു ന്യായവിധി നടത്തിയാലും അതിന് അതിൻ്റെതായ നിലവാരമുണ്ടായിരിക്കണം, അതിന് അതിൻ്റെതായ ക്രമമുണ്ടായിരിക്കണം, അതിന് അതിൻ്റെതായ യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് കൂടെ നമ്മൾ ഇവിടെ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ
ചമ്മട്ടി കൊണ്ടുള്ള യേശുവിന്റെ ശരീരത്തിലെ പ്രകടനത്തിൽ എത്ര മാംസകഷ്ണം പറഞ്ഞു എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും വചനത്തിലൂടെയും ഒക്കെ കാണുന്നത് കാൽവരി ക്രൂശിൽ കർത്താവായ യേശുവിനെ തറയ്ക്കുന്നതിന് മുമ്പ് അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ അവന്റെ ശരീരം ഉഴവു ചാലു പോലെയാണ് കാണപ്പെട്ടത്. പ്രിയ ദൈവമക്കളെ, കലപ്പ കാളയുമായുള്ള ബന്ധത്തിൽ ഒരു വയല് ഉഴുതു കഴിയുമ്പോൾ അതിന്റെ സൈഡുകളിലും മാർജിൻ പൊങ്ങി നിൽക്കും. അതിന്റെ രണ്ട് മാർജിന്റെ മിഡിൽ ഭാഗത്ത് ആഴമുള്ള ഒരു പാട് ഉണ്ടായിരിക്കുമെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇതേപോലെയായിരുന്നു കർത്താവായ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് തന്റെ ശരീരത്തിലെ വസ്ത്രം അഴിച്ചു മാറ്റിയപ്പോൾ രണ്ട് സൈഡിലെയും മാംസപേശികൾ ചതഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ നടുവിലൂടെ വെള്ളം ഒഴുകത്തക്കവണ്ണമുള്ള ഒരു കാന വെട്ടിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ആ കാന വെട്ടിയിരിക്കുന്ന കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടാൽ, നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ അറിഞ്ഞാൽ ആ യേശുവിനെ നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ദോഷവും ചെയ്യാത്ത, ഒരു അന്യായം ചെയ്യാത്ത, ഒരു അന്യായവും ചെയ്യാത്ത കണ്ടവര് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ പരിശുദ്ധനാണ്. ശവക്കല്ലറയിൽ എഴുന്നേറ്റുവന്ന ദുർഭൂതം വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അങ്ങനെയെങ്കിൽ അവനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ കണ്ടുനിന്നവർ പറഞ്ഞു, അവന്റെ കല്ലറ കാത്തോട് പറഞ്ഞു, ശവക്കല്ലറകളിൽ എഴുന്നേറ്റുവന്ന സുബോധമില്ലാത്ത ഭൂതങ്ങൾ പോലും പറഞ്ഞു, ഇവൻ പരിശുദ്ധനാണ്, ഇവൻ പരിശുദ്ധനാണ്. രാത്രിയിലൂടെ കത്തെഴുതി പീലാത്തോസിന്റെ ചേമ്പറിലേക്ക് തന്റെ ഭാര്യ പോർക്കുള്ള സന്ദേശവാഹിനിയിൽ കൊടുത്തുവിട്ടതിൽ ഒറ്റ സന്ദേശമേ അവൾ എഴുതിയുള്ളൂ. ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടതുകൊണ്ട് എന്റെ മനസ്സിന്റെ സമാധാന സ്വൈര്യതയ്ക്ക് കോട്ടം വന്നു എന്ന് മാത്രമേ അവൾ ആ കത്തിൽ എഴുതിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അവസാനം യഹൂദന്മാരുടെ നിർബന്ധം അധികമായി പോയെങ്കിലും പീലാത്തോസ് വെള്ളമെടുത്ത് കൈയെഴുതിയിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എങ്കിലും ആ നീതിമാന്റെ രക്തത്തിന്റെ നിലവിളിക്ക് പീലാത്തോസ് കണക്ക് പറയേണ്ടി വന്നു തന്റെ ജീവിതത്തിൽ മരണത്തിന് മുൻപ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരത്തിലുണ്ടായ ആ മുറിവുമായുള്ള ബന്ധത്തിൽ അടിപ്പിണർ എന്ന ആ വാക്കുമായുള്ള ബന്ധത്തില് നമുക്ക് പഴയ പുതിയ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എബ്രായ ഭാഷയായ മൂലഭാഷയിലും പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിലും വ്യത്യസ്തമായ വാക്കുകളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗാധമായ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒരുമിച്ച് പുറപ്പെടുന്നതുമായുള്ള ബന്ധത്തിലാണ് പുതിയ നിയമ ഗ്രീക്കില് അതിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യേശു നമുക്ക് വേണ്ടി അനുഭവിച്ചത് എത്ര ഭയങ്കരമായ ഒരു ശരീരപീഡനമായിരുന്നു. ആ ശരീരപീഡനത്തെ ഒരു മനുഷ്യൻ ഓർത്താൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, യേശുവിനെ മറന്നുപോകാൻ പറ്റത്തില്ല, യേശുവിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, യേശുവിനെ ഒഴിച്ചു നിർത്തുവാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. വേദപുസ്തകത്തിന്റെ നിയമം അനുസരിച്ച് നമുക്കറിയാം പ്രിയ ദൈവമക്കളെ, 2 കൊരിന്ത്യർ 11 അധ്യായം അതിന്റെ 24 വാക്യത്തിൽ പൗലോസിന്റെ ഒരു കണക്കുണ്ട്. പൗലോസ് ഇതേപോലെയുള്ള റോമൻ ചമ്മട്ടി പ്രഹരം ഏറ്റ വ്യക്തിയാണ്. 2 കൊരിന്ത്യർ 11:24 യഹൂദന്മാരാൽ ഞാൻ 5 പ്രാവശ്യം ഒന്നുകുറയെ 40 അടി കൊണ്ടു. പ്രിയ ദൈവമക്കളെ, അപ്പൊ നമുക്കറിയാം, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, 3 ലെതർ തോൽ വാളുകൾ ഒരുമിച്ച് ചേർത്താണ്. അപ്പൊ പൗലോസ് പറയുന്നത് ഒന്നുകുറയെ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം ഒന്നുകുറയെ 40 അടി കൊണ്ടു, അല്ലേ? അപ്പം പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ ആ അടി മൂലം 3 ഭാഗം ഉഴവ് ചാല് പോലെ ഉഴുതു മാറുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, 13 പ്രാവശ്യം
നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 13x3 39 അടി, അതാണ് 1 കുറേ 40 എന്ന് പറയുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 40 അടി തികച്ച് അടിച്ച് 41ലേക്ക് എണ്ണം തെറ്റിപ്പോകാതിരിക്കാൻ 39 അടിയിൽ അവസാനിപ്പിക്കുന്നു. അതാണ് പറയുന്നത് 1 കുറേ 40 അടി എന്ന് പറയുമ്പോൾ 39 അടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ 5 വട്ടം പൗലോസ് അടിയേറ്റവനാണ്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമകളെ 396 വട്ടം ഈ ചാട്ടവാറിന്റെ പ്രഹരമേറ്റ നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലന്റെ ക്രൈസ്തവ ജീവിത മാതൃകയെ നമ്മൾ മറക്കരുത്. നമ്മുടെ കർത്താവായ യേശുവിനെ ഈ റോമൻ പട്ടാളക്കാരും എണ്ണി അടിച്ചു എന്ന് ഒരു തെളിവും കാണാനായിട്ട് വഴിയില്ല. പക്ഷേ റോമൻ നിയമം അനുസരിച്ച് അവര് എണ്ണിയാണ് അടിക്കേണ്ടത്. പക്ഷേ വഴി നീളം പീലാത്തോസിന്റെ ചേംബർ ടു ഗോൽഗോഥ വരെ യേശുവിനെ അവർ അടിച്ചു. ആ അടിക്ക് എണ്ണ കാണത്തില്ല. നമ്മളിത് ഓർക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്റെ യേശു, എന്റെ കർത്താവ്, എന്റെ രക്ഷകൻ, അവൻ ഇത്രയും ത്യാഗം സഹിക്കുവാൻ തക്കോണം അവന്റെ ഭാഗത്ത് എന്തെങ്കിലും അനീതി ഉണ്ടായിരുന്നു. പ്രിയ ദൈവമകളെ, മനസ്സാക്ഷിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരനീതിയുമില്ലാത്ത, ഒരക്രമവും ചെയ്യാത്ത, ഒരു തിന്മയും ചെയ്യാത്ത, ഒരു ദ്രോഹവും ചെയ്യാത്ത, ഒരു ദോഷവും ചെയ്യാത്ത പരിശുദ്ധിയിൽ പരിശുദ്ധനായി തികഞ്ഞ കർത്താവ് എന്തുമാത്രം അടി ഭാവിയായി എനിക്ക് വേണ്ടിയവൻ ആ വഴിയിലുടനീളം കൊണ്ടു. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവന്റെ അടിപ്പിണരുകളാണ്. വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ കർത്താവായ യേശുവിന്റെ ശരീരത്ത് ഈ 3 തോൽവാളുകൾ ഒരുമിച്ച് ചേർന്ന് അതിനോട് അയൺ ബ്രാസ് ബോൺസ് ഈ 3 കഷ്ണങ്ങൾ കൂടെ ചേർത്ത് മനോഹരമായി ക്രമീകരിച്ച ആ ചമ്മട്ടിയോട് അടിച്ച അടിയുടെ ആഘാതം മാത്രമല്ല, അത് ചെന്ന് തളച്ച ഭാഗത്തെ മാംസം പിടിച്ചു വരുമ്പോൾ ആ മാംസത്തിലെ രക്തമാണ് നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുണങ്ങാൻ പുരട്ടിയ മരുന്ന്. ആമേൻ. പ്രിയ ദൈവമകളെ, പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി നമ്മുടെ ഹൃദയം മാരകമായി, അതിമാരകമായി, വിപുലമായ അവസ്ഥയിലായിരുന്നപ്പോൾ നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കുവാൻ, നല്ലതാക്കുവാൻ, മനോഹരമാക്കുവാൻ, വിലയുള്ളതാക്കുവാൻ, തേജസ്സുള്ളതാക്കുവാൻ, ഉന്നതമാക്കുവാൻ, അത്യുന്നതമാക്കുവാൻ യേശുവിന്റെ ആ ശരീരത്തിൽ നിന്ന് പറഞ്ഞു വന്ന ആ മാംസ കഷണത്തിലെ ജീവന്റെ തുടിക്കുന്ന രക്തമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആ പാപത്താൽ മുറിയപ്പെട്ട മുറിവുകളിൽ പുരട്ടിയത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പാപമുറിവുകൾ പുറത്തു. അങ്ങനെയാണ് പാപശാന്തി ഉണ്ടാകുന്നത്, പാപമോചനം ഉണ്ടാകുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ വളരെ ഗൗരവമായി, വളരെ മൂല്യമുള്ളതായി, വളരെ ഉന്നതമായി ദൈവസന്നിധിയിൽ കാണേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിച്ചതുപോലെ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് പാപ സൗഖ്യം വന്നു. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഏതെങ്കിലും സമയത്ത് തിന്മയെ കുറിച്ചൊരു പശ്ചാത്താപം നമുക്കുണ്ടായാൽ കർത്താവിനോട് പറയും, കർത്താവേ, എന്റെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചുപോയി. യേശുവേ, എന്റെ ജീവിതത്തില് ദോഷം സംഭവിച്ചുപോയി. അവിടുത്തെ പരിശുദ്ധമായ രക്തം ആ തിന്മയിൽ നിന്ന് എനിക്കൊരു മോചനം തരണമെന്ന് പറയുമ്പോൾ ആ രക്തം ഇപ്പോഴും ശേഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ, ഈ ലോകത്തിൽ മനുഷ്യരാശിയുടെ അവസാനം വരെ ആ മാംസത്തിന്റെ ജീവൻ ശേഷിക്കുന്നു. ആ ജീവന്റെ രക്തം പറയുന്ന സമയം ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംഭവിച്ച അതിമാരകമായ പാപത്തിന്റെ മുറിവിനെ അവിടുന്ന് അത് വെച്ച് കെട്ടി അവിടെ സൗഖ്യമാക്കുന്നു. ആ മുറിവുകൾ യോജിക്കുവാനും ആ മുറിവുകൾ കരിഞ്ഞ് അത് സുഖപ്പെടുവാനും ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുവിന്റെ
കാൽവരിയിൽ തന്റെ യാഗത്തിൽ അധിഷ്ഠിതമായ ശരീരത്തിൽ നിന്ന് റോമൻ പട്ടാളക്കാരുടെ ചമ്മട്ടി ചാട്ടപകരത്താൽ അടിയേറ്റ് അകർന്നു വന്ന മാംസത്തിലെ ജീവന്റെ രക്തം ഒന്ന് മാത്രമാണ്. അതാണ് എന്നെ ഇത്രത്തോളം ആക്കിയത് എന്നുള്ള അത്ഭുതകരമായ അറിവോടെ കാഴ്ചപ്പാടോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നിൽക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.